പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, adore you, worship you, Jesus Christ. Hallelujah, hallelujah, hallelujah. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ഈ ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഭക്ഷിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന, നിരാശയിലേക്കൊക്കെ വീഴുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സമ്പന്നതയുടെ നടുവിലിരുന്നും നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്കുമൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ? അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ആഹാരം, ശരീരത്തിന് ഉള്ള ആഹാരം, അതുപോലെ തന്നെ മനസ്സിന് വേണ്ട ആഹാരം അത്യന്താപേക്ഷിതമാണ്. ഇത് രണ്ടുമുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് സന്തോഷപ്രദമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം ലഭിച്ചില്ലെങ്കിൽ പോലും ആത്മീയ ആഹാരം ഉള്ളവൻ പിടിച്ചു നിൽക്കും. അതേസമയം ശരീരത്തിന് മാത്രം ലഭിക്കുന്ന ആഹാരം ഭക്ഷിച്ചുകൊണ്ട്, അത് നൽകുന്നവനെ വിസ്മരിച്ചുകൊണ്ട്, ആത്മീയമായ ഒരു ആഹാരം, അനുദിനം ഡെയിലി ബ്രെഡ്, അത് സ്വീകരിക്കാത്തവന് എന്നും അവൻ്റെ ജീവിതം ആകുലതകളുടെ നടുവിലായിരിക്കും. വീണ്ടും കർത്താവ് പറയുന്നു, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യം. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ബാലൻസ് ലൈഫ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ്, സന്തോഷപ്രദമായ ശുഭാപ്തി വിശ്വാസത്തിലുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ആധ്യാത്മികമായ ഭക്ഷണവും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ആ ഭക്ഷണമാണ് വചനം, ദൈവവചനം. അനുദിനം ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ ധ്യാനിച്ചുകൊണ്ട്, അതനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നവർക്ക് ആത്മീയാനന്ദം കർത്താവ് നൽകും. അതാണ് യഥാർത്ഥമായ സന്തോഷം. ബാക്കിയെല്ലാം ലൗകികമാണ്, നശ്വരമാണ്. അതേസമയം ആത്മീയമായ ആനന്ദം സിദ്ധിച്ചവൻ, അവനെന്നും സന്തോഷത്തിലാണ്. അവൻ തൊഴുത്തിലെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെങ്കിലും അവന് സന്തോഷിക്കാൻ വകയുണ്ട്. അവൻ ആനന്ദത്തിലാണ്.
അവനെപ്പോഴും അറിയാം എല്ലാ കാറ്റും കോളും മാറിപ്പോകും, ശാന്തത കൈവരും എന്ന വസ്തുത, എന്ന വിവേകം അവനെ എപ്പോഴും അവൻ അറിയുന്നു. അതുപോലെ വിശുദ്ധ ജോൺ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പോൾ ക്രിസ്തുവില്ലാതെ നമ്മൾ എന്തൊക്കെ സന്തോഷിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യമില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണി തുടങ്ങിയത്, ഞാൻ പണ്ട് മസ്കറ്റിൽ ഒരു പള്ളിയിലോട്ട് പ്രവേശിച്ചു. പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടിരുന്ന ഒരു ലീഫ്ലെറ്റ് കിടക്കുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളുടെ പുറകെയും പോയി നിനക്ക് വല്ലതും ലഭിച്ചോ? നീ ഒരു മാസം വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ യോഗ്യതയോടുകൂടെ കുമ്പസാരിച്ചൊരുങ്ങി പാപമില്ലാത്ത അവസ്ഥയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുക. എന്നിട്ട് നിനക്കത് ഒരു മാസം കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുക. അന്ന് മുതൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ ഒരു യാത്ര ഞാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും അത് പ്രാപ്യമാണ്. ഇനി ക്രിസ്ത്യാനികളല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. അനുദിനം കുറച്ച് സമയം ബൈബിൾ എടുത്ത് വായിക്കുക. ദൈവം നമ്മളോടെല്ലാവരോടും സംസാരിക്കും. ഇതിനുള്ള ഒരു വിവേകം കർത്താവ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. യേശുവെ നന്ദി, യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.